എല്ലാ കൂട്ടുകാർക്കും ബി ക്യു ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ട് കുറച്ച് കണ്ടന്റുകൾ ഇടുന്നുണ്ട്. കൂട്ടുകാർ ഇതുവരെയായിട്ട് ഇത് നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരണമെങ്കിൽ നമ്മൾ കണ്ടന്റ് ബേസ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇനിയുള്ള എക്സാമിനൊക്കെ നമ്മൾ നല്ല സപ്പോർട്ടീവായിട്ട് കണ്ടന്റ് ഇടുന്നതായിരിക്കും. എന്തായാലും എല്ലാ പാഠത്തിൻ്റെയും ഒരൊറ്റ പേജ് നോക്കിയാൽ എല്ലാ സംഭവം സെറ്റ്. അതാണ് നമ്മുടെ ഗോൾ. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒന്ന് കണ്ടോക്കെ. ഇനിയുള്ള എക്സാമിന് ഉപകരിക്കില്ലോ. എന്ന് വെച്ചാൽ ഓൺ എക്സാം കഴിഞ്ഞ് വേറെ എക്സാമിൽ ഇത് ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു വാട്സപ്പ് ചാനലുണ്ട്. അത് കൂട്ടുകാർ ഇതുവരെയായിട്ട് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യുക. കൂട്ടുകാർക്ക് എന്തൊരു ഉപകാരപ്പെടും. ഇപ്പോൾ നമ്മൾ +2 മെയിനായിട്ട് ചെയ്തത്. കാരണം വെച്ചാൽ +1 നമ്മൾ അധികം ആൾക്കാരൊന്നും റെസ്പോണ്ട് ചെയ്ത് കണ്ടില്ല. ആരെങ്കിലും ഒരാൾ കമൻറ്റ് ചെയ്യാച്ചാൽ നമ്മൾ എന്തായാലും എന്നാലേ നമുക്കറിയാം ആവശ്യക്കാരുണ്ടെന്ന്. അപ്പോൾ നമ്മൾ എന്തായാലും അതിനെ പറ്റിയിട്ട് ഇതുപോലെ ഷോർട്ട് കണ്ടന്റ് ഇടും. പിന്നെ ഏതൊക്കെ എക്സാമിൽ കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലായിടത്തും എക്സാം ഇല്ലല്ലോ. അപ്പോൾ ആവശ്യമുള്ളവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യാച്ചാൽ നമ്മൾ ഒരാൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമുക്ക് എന്തൊക്കെയാണ് കണ്ടന്റ് ചെക്ക് ചെയ്യാം. മെയിനായിട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാമെന്ന് വെച്ചാൽ ചാപ്റ്ററിൻ്റെ കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം അല്ലേ. ഓക്കെ, ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാണ്ടൈസറാണ്. ഓക്കെ എന്ന് വെച്ചാൽ എന്താണ് ഇക്വേഷൻ? Q = N. ഓക്കെടാ, മനസ്സിലായില്ല എന്താണ് Q = N? ഈൻ്റെ വാല്യൂ പഠിച്ചു വെച്ചോ. എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോൺ ചാർജ് എത്രയാണെന്നുള്ളതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യില്ല. കൂട്ടുകാർക്ക് ക്ലിയർ ആവണേച്ച് നോക്കുക. ക്ലിയർ ആവണില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിന് വീഡിയോയുടെ ക്വാളിറ്റി വെച്ച് കൂട്ടിയിടുക. തീരെ കാണില്ല. പിന്നെ നമ്മുടെ കണ്ടന്റിനെ നമ്മളിടുന്ന എല്ലാ വീഡിയോൻ്റെ കണ്ടന്റും മെറ്റീരിയൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ഇട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നോക്കുക, E = 1.6 × 10⁻19 വെരി ഇമ്പോർട്ടൻറ്റ് വാല്യൂ ആണ്. നിങ്ങൾ നാളെ നിങ്ങൾക്ക് കണക്ക് ചോദിക്കാനുള്ള വളരെയധികം സാധ്യത ഉണ്ട് ഞാൻ കാണുന്നു. സോ ആ കണക്ക് ചോദിക്കുക ഇത് എന്തായാലും ഉപയോഗിക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ ലൈറ്റ് ചാർജസ് റിപ്പല്, പിന്നെ അൺലൈറ്റ് ചാർജസ് അട്രാക്ട്, അങ്ങനത്തെ കുറച്ച് പോയിന്റുകളുണ്ട്. നിങ്ങളിനെ വായിച്ച് നോക്കുക. എന്നുവെച്ചാൽ ഞാൻ ഇനിയിപ്പോൾ കുറേ ആൾക്കാർ പഠിച്ചിട്ടുണ്ടോ. അപ്പം ഇനി എല്ലാം കൂടി പറഞ്ഞു വരുമ്പോൾ ടൈം കൂടണ്ട വെച്ചിട്ടാണ് കൂട്ടുകാർ ചെക്ക് ചെയ്യാം. പിന്നെ പറയുന്നത് എന്താ, പൊട്ടൻഷ്യൽ പറയുന്നത് സ്കേലറാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. കാരണം ഡയറക്ഷൻ ഉണ്ട്, അതിൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. പിന്നെ എന്താണ് ഡൈപോൾ എന്ന് വെച്ചാൽ ഡൈപോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് പറഞ്ഞുതരാം. ഒരു ഈക്വലും ഓപ്പോസിറ്റും എന്ന് വെച്ചാൽ ഒരു ശത്രുവും മിത്രവും. ഓക്കെ, ശത്രുവും മിത്രവും ആ രീതികളാണ്. ഓപ്പോസിറ്റ് ആണ് അമ്മമാര്, പക്ഷെ ഈക്വൽ ആണ്. അതാണ് ഡൈപോള്. ഓക്കെ, പിന്നെ നമുക്ക് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൊക്കെ വരുമ്പോൾ കുറച്ച് ട്രിക്കൊക്കെ സെറ്റാക്കി ഉണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ. അപ്പം ഇതുപോലെ നമുക്ക് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ജസ്റ്റ് പറയുന്നത് മാത്രം. അതല്ല, നമുക്ക് കുറച്ചുകൂടി ഓർഗാനിക് കെമിസ്ട്രിയിൽ കുറച്ചുകൂടി ഡെപ്തായിട്ട് കുറച്ചുകൂടി ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ടാക്കാമെന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം കുറേ ആൾക്കാർ റിയേജന്റ് പഠിക്കാനുണ്ട്. അങ്ങനെ കുറേ തല തിരിഞ്ഞു പോകും മൊത്തത്തിൽ പറയുക. അപ്പം അത് നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റിൽ എന്തെങ്കിലും ഇമോജി എന്തെങ്കിലും ഇടുക. അത്രേ ഉള്ളൂ സെറ്റ്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കണമെന്ന് വെച്ചാൽ കപ്പാസിറ്ററിൻ്റെ കാര്യം എനിക്ക് ഇവിടെ ഇല്ല, എന്തോ ഒരു തകരാറ് സംഭവിച്ചാണ്. ഓക്കെ, നമുക്ക് അടുത്ത് പോയി പോവാം. ഇലക്ട്രിക് ഫീൽഡ് ഓരോന്ന് യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന്. അതിപ്പോൾ മെയിൻ എക്സാമിനാണെങ്കിൽ പോലും ഒരു യൂണിറ്റ് മസ്റ്റാണ്. ഓക്കെ, യൂണിറ്റ് പഠിച്ചു വെച്ചോ. യൂണിറ്റ് നിങ്ങളെല്ലാം കാണപ്പെടാൻ പഠിക്കേണ്ട. എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് ശരിക്കും? ഫോഴ്സ് പെർ യൂണിറ്റ് ഡിസ്ചാർജ്. അപ്പോൾ എന്താ ഫോഴ്സ് Fe/Q. അപ്പോൾ എന്താ FQ. അപ്പോൾ Qൻ്റെ കൂളം, Fൻ്റെ ന്യൂട്ടൺ. അപ്പോൾ ന്യൂട്ടൺ പെർ കൂളാണ് അതിന് യൂണിറ്റ്. അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചാൽ മതി. അല്ലാതെ വെറുതെ കാണപ്പെടാൻ പഠിക്കണമെന്നില്ല. ഞാൻ കുറച്ച് യൂണിറ്റ്സ് തന്നെ മിക്കവാറും എപ്പോഴും പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ യൂണിറ്റ്സ് ഉണ്ടാക്കാൻ പഠിച്ചാൽ മതി. പക്ഷേ ഇക്വേഷൻ അറിഞ്ഞിരിക്കും. ഇക്വേഷൻ നമുക്ക് അറിഞ്ഞ് നമുക്ക് കണക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഡൈപോൾ P = Q × 2a. അതിനായിട്ട് ചോദ്യം സാധ്യത കുറവാണ്. പക്ഷെ നമുക്ക് ഡെറിവേഷനിൽ ഇത് എന്തായാലും ഓർത്തിരിക്കണം. P = Q × 2a. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്പിയറിൻ്റെ, അതുപോലെ തന്നെ സിലിണ്ടർ, പിന്നെ പ്ലെയിൻ ഷീറ്റ്, അങ്ങനെ 3 ഇക്വേഷൻ ഒരൊറ്റ നോട്ടത്തിൽ സെറ്റ് കണ്ട. ഒരൊറ്റ മെറ്റീരിയൽ നോക്കിയാണ്ട എന്തൊക്കെ കണ്ടന്റ് ഉള്ളത്. സെറ്റാന്ന് പറയാം. അതുപോലെ എല്ലാ ചാപ്റ്ററും. അപ്പോൾ നിങ്ങളിപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ ബയോളജി എന്ത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമ്മൾ സെറ്റാക്കി തരും. ബയോളജിക്ക് പറഞ്ഞുതരാമെന്ന് അറിയില്ല, പക്ഷെ ഞാൻ സെറ്റാക്കി തരും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് നോക്കാം. എന്താണ് 1/4πε0. പിന്നെ അതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ഭയങ്കര കുറവാണ്. അത് കുഴപ്പമില്ല, ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കും. എന്നാലും നമുക്കൊരു പരിഗണന ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പറ്റിച്ച ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ വേണ്ട = സ്പിയർ വെച്ച് നോക്കുക. = 1/4πε0 Q/r². പിന്നെ നമ്മുടെ സിലിണ്ടറിൻ്റെ, പിന്നെ പ്ലെയിൻ ഷീറ്റ് ഉണ്ട്. പിന്നെ വരുന്നത് വെച്ചാൽ ഇവിടെ ക്ലോസ്ഡ് കണ്ടക്ടറിൽ എന്താ 0 ആയിരിക്കുക. ഇൻസൈഡ് കണ്ടക്ടർ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കുക. ഓക്കെ, കാര്യം മനസ്സിലാക്കിയിരിക്കുക.
അത് കുറെ പിന്നെ വേറെ സംഭവം ഉണ്ട്. നമ്മൾ അത് ആപ്ലിക്കേഷൻ ആയിട്ട് ചോദിക്കാറില്ല. ലൈക്ക് കാറിനുള്ളിൽ ഇടിമിന്നലടിക്കുന്ന സമയത്ത് നമ്മൾ കാറിനുള്ളിൽ ഇരിക്കുക കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമുക്കൊന്നും സംഭവിക്കില്ല, അങ്ങനെയൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണെന്ന്. ഇനി കോഴ്സ് സർവീസിൽ ഇൻസൈഡ് കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് പറയുന്നത് 0 ആയിരിക്കുക. ഒന്നാ പറയുന്നത് ഇനി കുറച്ച് മണ്ടത്തരം നമുക്ക് പറ്റും. തിരക്കടി നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്വഭാവമാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് എല്ലാം കിട്ടിയിട്ടിട്ട് തിരക്കടിച്ചിട്ട് കുറേ കാലം തെറ്റിക്കും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് കണക്കൊന്നും അറിയില്ലെങ്കിൽ ഞാൻ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് വേണ്ടി കുറച്ച് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ കണ്ടന്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ എന്ത് കണക്കായിക്കോട്ടെ, എന്ത് കണക്ക് ചോദിച്ചാലും അറ്റ്ലീസ്റ്റ് അവസാനം ഇപ്പോൾ ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഒന്നറിയില്ലെങ്കിൽ എന്തെങ്കിലും കുത്തിരി അവസാനം യൂണിറ്റ് എഴുതി വയ്ക്കുക. യൂണിറ്റിന് മിക്ക ടീച്ചർമാരും മാർക്ക് തരും, സെപ്പറേറ്റ് മാർക്ക്. പിന്നെ നിങ്ങൾക്ക് കണക്ക് ചെയ്യാൻ അറിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇക്വേഷൻസ് ഒന്ന് എടുത്ത് എഴുതി വയ്ക്കുക. പിന്നെ തന്നിട്ടുള്ള കണ്ടന്റ് ഒന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. അല്ലാതെ എനിക്കൊന്നും അറിയില്ല വെച്ചിട്ട് വെറുതെ ഇരിക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലുമൊക്കെ ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് എഴുതുക. പിന്നെ അതുപോലെ തന്നെ ഇത് യൂണിറ്റ് എഴുതുക. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാന്ന് വെച്ചാൽ നമുക്ക് ആൻസർ അറിയില്ല വയ്ക്കുക, എന്തെങ്കിലും അടിയിൽ 2 വരെ വരയ്ക്കുക, യൂണിറ്റ് എഴുതുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറെ ആൾക്കാരുണ്ട് എനിക്ക് അവസാനത്തെ കറക്റ്റ് ആൻസർ കിട്ടിയാൽ മാത്രമേ ടീച്ചർ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ശുദ്ധ മണ്ടത്തരം. അങ്ങനെയല്ല, നമുക്ക് ആവറേജ് ലൈക്ക് ഇപ്പോൾ ഒരു ഡിവിഷൻ ഇപ്പോൾ ഉദാഹരണം പറയുന്നത് 6.02 × 10⁻23 ഡിവൈഡ് ബൈ 23. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ന്യൂട്ടൺ പെർ മീറ്റർ. ജസ്റ്റ് ഒരു അസംഷൻ ആണ്. അപ്പം അങ്ങനെ എഴുതിയാലും ചിലപ്പോൾ ഫുൾ മാർക്ക് കിട്ടും. കാരണം എക്സാം ഭയങ്കര ടഫായ നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോണേ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ചെയ്തെത്താൻ, അത് ടീച്ചർക്ക് പോകുന്നുണ്ടാവും. അതിനനുസരിച്ചാണ് മാർക്ക് വരിക. അപ്പം എക്സാം ഭയങ്കര സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? മിക്ക സമയം അത് ചെയ്തില്ലെങ്കിൽ ഇതെല്ലാവരും ഫുൾ മാർക്ക് കിട്ടും. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഞാൻ എല്ലാം പറഞ്ഞ് റിപ്പീറ്റ് എന്നുവെച്ചാൽ ഇപ്പം എല്ലാവർക്കും പെട്ടെന്ന് തിരക്കടിയില്ലേ, അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകാം. പിന്നെ ഫോർമുല കണ്ട, ഒരൊറ്റ സെറ്റ് നോക്കിയാൽ മതി. എല്ലാത്തിനും ഫോർമുല ഇവിടെ സെറ്റാണ്. നോക്കി കണ്ട എല്ലാ ഫോർമുല സെറ്റ്. ഇത് നല്ല രീതിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുക. ഓക്കെ, കൂളംസ് ലോ നമുക്ക് നോക്കാം. F = 1/4πε0 Q1Q2 എല്ലാത്തിൻ്റെയും ഇക്വേഷൻസ് ആണ്. മണിയായിട്ട് സെറ്റാണ്. ഓരോന്നിൻ്റെ യൂണിറ്റ് തന്നിട്ടുണ്ട്. പിന്നെ ചില കണ്ടീഷൻ ഉണ്ട്, അതൊന്നും പഠിക്കണ്ടെങ്കിൽ ജസ്റ്റ് ഉൾപ്പെടുത്തി മാത്രം. പിന്നെ ഇടയ്ക്ക് ഒരു കപ്പാസിറ്റർ ക്വസ്റ്റ്യൻ നിങ്ങൾ ക്ഷമിക്കുക, നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആയി പോയതാണ്. മറ്റേ പാടത്തിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കയറുന്ന പ്ലേ എന്ന് വെച്ചാൽ ഈ പാടും അതുപോലെ തന്നെ കപ്പാസിറ്ററിനും പാടും ചില സമയത്ത് ഇന്റർ കണക്ട് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓണപരീക്ഷയൊന്നും അങ്ങനെ പ്രതീക്ഷിക്കണ്ട. ഞാൻ എന്നാലും അതിൽ ഇട്ട് പോയപ്പോൾ അങ്ങനെ വന്നതാണ്. അടുത്ത വെച്ചാൽ എന്തൊക്കെയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല, തലേദിവസം പഠിക്കുന്നവരാണെന്ന് അറിയാം കുറേ ആൾക്കാർ. ഒന്നും പഠിച്ചില്ലെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുന്നത് കൂളംസ് ലോ. പിന്നെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ്. ആ ഓർഡറിൽ അങ്ങ് പഠിച്ചു വേണ്ട ഓർഡർ. പിന്നെ ഗോസസ് ലോ സ്റ്റേറ്റ്മെന്റ്സ്, ആപ്ലിക്കേഷൻസ്, ഇലക്ട്രിക് ഫ്ലക്സ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഡൈപോൾ മൊമെന്റ്, പൊട്ടൻഷ്യൽ, കപ്പാസിറ്റൻസ്, അത് മറ്റേതാണ്. നമുക്ക് ഡെറിവേഷൻ കിടക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് ഏറ്റവും പ്രയോറിറ്റി കൂടുതൽ. പിന്നെ ഗോസസ് ലോ യൂസിങ് സ്പെരിക്കൽ സർഫസ്, സെക്കൻഡ് പ്രയോറിറ്റി പറയുന്നത് സ്പെരിക്കൽ സർഫസ് ഇട്ടാ. ആ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഉറപ്പുണ്ടാവും. ചിലപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഇല്ലെങ്കിലാണെങ്കിൽ മറ്റേ പോയിന്റ് ചാർജ് ചോദിക്കുക, അങ്ങനെ ആക്സിയല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യത. ഓക്കെ, പിന്നെ ന്യൂമറിക്കൽസ് ഇലക്ട്രിക് ഫീൽഡിനെ കണ്ടുപിടിക്കാനാണ് കൂടുതൽ. ഫോഴ്സിന് അത്ര ചോദിക്കാറില്ല. ഇലക്ട്രിക് ഫ്ലക്സോ ഞാൻ പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സോ ഇലക്ട്രിക് ഫീൽഡോ, ആ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ചോദിക്കുക. പിന്നെ കാര്യം പറ്റേ നമ്മുടെ ഗോസസിലോ എന്തായാലും ചോദിക്കാൻ സാധ്യതയാണ്. അല്ലെങ്കിൽ ചോദിക്കും, പഠിച്ച് അങ്ങ് പോവുക. എന്താണ് ഗോസസിലോ, അത് നന്നായി മനസ്സിലാക്കിയ ഇക്വേഷൻ നന്നായി സെറ്റാക്കി വയ്ക്കുക. പിന്നെ നമുക്ക് നോക്കാന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഇപ്പോൾ എഫക്റ്റ് ഓഫ് വാട്ടർ മീഡിയ അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്തേക്കുക. കാരണം ഇതൊക്കെ കുറച്ച് ഹൈ ലെവലാണ്, ആപ്ലിക്കേഷൻ ലെവലാണ്. അതൊന്നും ഇപ്പൊ നോക്കാൻ പോയി ഒന്നും കിട്ടാൻ പോകില്ല. എന്നാൽ ഞാൻ ഉൾപ്പെടുത്തി മാത്രം. നിങ്ങൾക്ക് എൻട്രൻസിനൊക്കെ നല്ല ബെസ്റ്റ് സാധനം കേട്ടോ. പിന്നെ നമുക്കിവിടെ 2-3 ഗ്രാഫ് ഉണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ നമ്മുടെ പോയിന്റ് ചാർജും അതുപോലെ റേഡിയസും നമ്മുടെ ഗ്രാഫ്, അങ്ങനത്തെ കുറച്ച് ഗ്രാഫ് റിലേഷൻഷിപ്പ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഗോസസ് ലോ, സർഫസ് റേഡിയസ്, പിന്നെ കുറച്ച് ഡെറിവേഷൻ. ചിലപ്പോൾ ഇതായിരിക്കില്ല കേട്ടോ നിങ്ങളുടെ ഡെറിവേഷൻ സ്റ്റെപ്പ്. നമ്മളെല്ലാ ഡെറിവേഷൻ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ NCERT ബേസ്ഡാന്ന് വെച്ചാൽ ചെറിയ ഡിഫറൻസ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എവിടെയോ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് പറഞ്ഞ മാതിരി. അപ്പം നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യാം. പിന്നെ ഇത് വരയ്ക്കാൻ ചോദിക്കാൻ ഭയങ്കര സാധ്യത കൂടുതലാണ്. ചോദിക്കും ഒന്ന് ഗോസസിലോ, പിന്നെ ഇത് വരയ്ക്കാൻ, പിന്നെ ഒരു കണക്ക്, പിന്നെ പറയുക ന്യൂമറിക്കൽ. ഇതാണ് ഞാൻ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കുക എന്താ ഇലക്ട്രിക് ലൈൻസ് പോസിറ്റീവ് നെഗറ്റീവ്, ഇത് ഡൈപോൾ ഇട്ടാ. മൂന്നാമത്തെ ഫിഗർ ഡൈപോളാണ്, ചിലപ്പോൾ അങ്ങനെ ചോദിക്കുക. ഓക്കെ, പിന്നെ ഓരോ ഡെറിവേഷന് ഫിഗർ വരച്ചേക്കുക. അതൊക്കെ ഒന്നും കിട്ടില്ല ഫിഗർ അതിന് വരച്ചേക്കുക. പിന്നെ അവസാനത്തെ ഇക്വേഷൻ ഇരിക്കുക. അതിനൊക്കെ ചെറിയ മാർക്കുകളുണ്ട്. എനിക്കൊന്നും കിട്ടില്ല എന്ന് വെച്ചിട്ട്
അത് അപ്പുറത്തുനിന്ന് ഉണ്ടാക്കാനും പോകണ്ട ഇപ്പുറത്തുനിന്ന് ഉണ്ടാക്കാൻ പോകണ്ട, അവനാണ് പറ്റുന്നത് ചെയ്യുക, എഴുതുക. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയാണ് കുറച്ച് ടൈപ്പൊക്കെ എഴുതിയിട്ട് മാക്സ് മാർക്ക് പിടിക്കാൻ നോക്കണ്ടേ. പിന്നെ ഈ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഓർമ്മിച്ച് മാത്രം. ഓക്കെ. പിന്നെ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ട് യാ പിന്നെ കുറച്ച് പോയിന്റ് പറയുന്നത് ഫീൽഡ് ലൈൻസിന് അവർ ഇന്റർസെക്ട് എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല. ഓക്കെ, കൂട്ടിമുട്ടില്ല അമാതിരി. അപ്പോൾ നമ്മൾ ട്രെയിനിന്റെ മാതിരിയാണ് എന്ന് വെച്ചാൽ കൂട്ടിമുട്ടാൻ സാധ്യതയില്ല. കൂട്ടി കഴിഞ്ഞാൽ എന്താ കാര്യമില്ലല്ലോ, ഡെഡായി. അപ്പൊ അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ചെയ്യിച്ചതാ. ഇന്റർസെക്ട് ആയാൽ കഴിഞ്ഞാൽ അവർക്ക് ഡയറക്ഷനിൽ ഒന്നുമില്ല. അതുപോലെ ഇപ്പൊ ട്രെയിൻ നേരെ പോവാ, അപ്പൊ അത് കൂട്ടിമുട്ടി നിൽക്കുക. അപ്പൊ അവർക്ക് രണ്ടാൾക്കും ഡയറക്ഷൻ ഇല്ലാതെ വന്നാലുണ്ടല്ലേ ആ ഒരു ചെറിയ രീതിക്ക് ചിലപ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് ഒരു ഫീലൊക്കെ തോന്നും. നമുക്കൊന്നും കൂടി സെറ്റ് ചെയ്യാം. ആ ഒരു ഇതിലെ ഫ്ലോയിലാണ് പറഞ്ഞു പോയതാ. അടുത്തെന്ന് പറയുന്നത് വെച്ചാൽ പൊട്ടൻഷ്യലി മാക്സിമം നിയർ ചാർജ് അത്രയൊക്കെ ഉള്ളു. അപ്പോൾ ഓക്കെ. ടോർക്ക് പി സൈൻ തീറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈപോളിന് യൂണിഫോം ഫീൽഡ് ടോർക്ക് ഉള്ളത് എന്താണ് പറയുന്നത്, പി സൈൻ തീറ്റ. അപ്പൊ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കോൺസെപ്റ്റ്. ഇതിന്റെ കണ്ടന്റ് പഠിക്കാൻ പറ്റുന്നത് നന്നായി പഠിച്ചു. ഇത് ഒറ്റ നോട്ടത്തിൽ പഠിക്കുക. എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് എടുക്കാണ്ട് റിവൈസ് ചെയ്യും. ഇതുപോലെ അടുത്ത 2 ചാപ്റ്റർ വരാൻ പോവാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഇനി ഇതുപോലത്തെ കണ്ടന്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചാനലൊന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും, വലിയ ചിലവൊന്നുമില്ലല്ലോ. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.